പമ്പയിൽ നടക്കുന്ന അയ്യപ്പ സംഗമത്തിന് ആശംസ അറിയിക്കുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. അയ്യപ്പ സംഗമത്തിന് ക്ഷണിച്ചുകൊണ്ടുള്ള കത്തിന് മറുപടിയായാണ് ആശംസാ സന്ദേശം അയച്ചത്. അയ്യപ്പ സംഗമം വിജയകരമാകട്ടെ എന്ന് മന്ത്രി വി.എൻ. വാസവൻ അയച്ച കത്തിലുണ്ട്. Dear Sri V.N. Vasavanji, I am thankful for the invitation of attending Agola Ayyappa Sangamam on 20th September 2025 at Pamba in commemoration of the Platinum Jubilee of the Travancore Devasam Board. Lord Ayyappa is the divine protector of Dharma. His worship illuminates the path of righteous living and inspires the devotees of promote and preserve sattvic values for strengthening harmony, inclusivity and unity. It is necessary to spread ancient Indian wisdom and traditions. In this perspective, അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, ഇപ്പോൾ സർക്കാർ തലത്തിൽ ഒരു സംസ്ഥാനത്തെ പരിപാടിക്ക് മറ്റൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ ക്ഷണിക്കുകയാണെങ്കിൽ പങ്കെടുക്കാനായില്ലെങ്കിൽ ഒരു കത്തയക്കൽ അത് സ്വാഭാവികമായ നടപടിയാണ്. ആശംസ അറിയിക്കലും സ്വാഭാവികമായ നടപടിയാണ്. അതേസമയം തന്നെ ഇപ്പോൾ രാഷ്ട്രീയമായ ഒരു പശ്ചാത്തലം കൂടിയുണ്ടല്ലോ. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരെ ക്ഷണിച്ചിരുന്നു, മറ്റ് കേന്ദ്രമന്ത്രിമാരെ, നിതിൻ ഗഡ്കരി അടക്കമുള്ള കേന്ദ്രമന്ത്രിമാരെ ക്ഷണിച്ചിരുന്നു. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നും മറുപടി ലഭിച്ചില്ല എന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വിവരങ്ങളായിരുന്നു. ആ സാഹചര്യത്തിലാണോ യോഗിയുടെ കത്ത് പരസ്യമായി തന്നെ വായിച്ചത്, ആശംസയെക്കുറിച്ച് വി.എൻ. വാസവൻ തന്നെ വിശദീകരിച്ചത്? രതീഷ്, ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും കേന്ദ്രമന്ത്രിമാരെയും അടക്കം സർക്കാരും ദേവസ്വം ബോർഡും ക്ഷണിച്ചിരുന്നു. പക്ഷേ പ്രതിപക്ഷ കക്ഷികൾ, കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികളും ഒപ്പം തന്നെ സംഘപരിവാറുമായി ബന്ധപ്പെട്ട നേതാക്കളും ഒന്നും ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് നേരത്തെ അറിയിച്ചതാണ്. അത്തരം സംസ്ഥാനങ്ങളിൽ നിന്ന്, അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും വന്നിട്ടില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ UP സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ ഒരു കത്ത് ദേവസ്വം ബോർഡ് മന്ത്രിയുടെ ഓഫീസിലേക്ക് ലഭിച്ചിരുന്നു. അത് ആഗോള അയ്യപ്പ സംഗമത്തിൽ എത്താൻ പറ്റാത്തതിൻ്റെ കാരണവും ഒപ്പം തന്നെ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിൻ്റെ പ്രത്യേകത, അത് ശബരിമലയുടെ പ്രാധാന്യത്തെ കൂടി കണക്ട് ചെയ്യുകയും ഒപ്പം ഭാരതത്തിൻ്റെ പൈതൃകത്തെ കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കത്താണ് അയച്ചത്. അതിനൊപ്പം തന്നെ അത്തരം ഒരു സാഹചര്യത്തിൽ, അത്തരം ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയുടെ പൗരാണിക ആചാരങ്ങളെയും ഒക്കെ അടിയുറച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന് ആവശ്യകത ഉള്ളപ്പോൾ ആ പശ്ചാത്തലത്തിൽ ഈ ആഗോള അയ്യപ്പ സംഗമം വളരെ ഗൗരവം അർഹിക്കുന്ന ഒരു ചടങ്ങാണ്. അതിന് ആശംസകൾ നേരുന്നു എന്നാണ് ആ കത്ത് മന്ത്രി V.N. വാസവൻ ചടങ്ങിൽ വായിക്കുകയും ചെയ്തു. ഈ ഘട്ടം എന്ന് പറയുന്നത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് സമാന്തരമായി പന്തളത്ത് മറ്റൊരു അയ്യപ്പ സംഗമം നടത്താൻ സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന സമയത്താണ് ഇത്തരമൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്, അല്ലേ? അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. കാര്യം സംഘപരിവാർ സംഘടനകൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നടത്തുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള UP മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥിൻ്റെ കത്ത് തന്നെ വേദിയിൽ വായിച്ചുകൊണ്ട് ആ സംഘപരിവാർ സംഘടനകളുടെ ഒരു പരിപാടിക്ക് ഒരു പ്രതിരോധം തീർക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി, അല്ലെങ്കിൽ രാഷ്ട്രീയ നീക്കം കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇപ്പോൾ ഈ പരിപാടിക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന സംഘപരിവാർ സംഘടനകൾ സമാനമായ പരിപാടി നടത്താൻ ആലോചിക്കുന്നതിനിടയിലാണ് യോഗി ആദിത്യനാഥിന്റെ ആശംസാ സന്ദേശം വേദിയിൽ തന്നെ ദേവസ്വം മന്ത്രി വായിച്ചത്.